KGF നായകന്റെ അടുത്ത പടം വരിക. അടുത്ത പറയോ ടോക്സിക്. പക്ഷെ ഈ ടോക്സിക്കിലെ കഥയും KGF 1 കഥയും KGF 2 കഥയും തമ്മിൽ ഭയങ്കര ഒരു സാദൃശ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞ സംഭവിച്ചില്ല. ഈ നായകൻ എന്ന് പറഞ്ഞാല് തുടക്കത്തില് നമ്മളറിയാം KGF ഫസ്റ്റ് കാണുമ്പോ തന്നെ അറിയാം ഇങ്ങൊരു ഇത്തിരി പിച്ചത്തലാണ്. കാരണം ഇങ്ങൊരു കാറിൽ കൂടെ യാത്ര പോണ നേരത്ത് പെട്ടെന്ന് ഇങ്ങനെ പോണ നേരത്ത് ഹലോ എന്താ വിളിക്കണേ KGF ഇതേ രീതിയില് കാറ് വരുന്ന സമയത്ത് ബ്ലോക്ക് നായകൻ നോക്കണ നേരത്തെ എന്താ അറിയോ ഒരു ബണ്ണ് കെടുക്ക ബണ്ണ് റോട്ടില് അങ്ങനെ തോക്ക് ചൂണ്ടിയിട്ട് നായകനെ എല്ലാ വണ്ടിക്കാരെയും ബ്ലോക്ക് ചെയ്യിപ്പിക്കും. ബണ്ണെടുത്ത് തുടയ്ക്കണ നേരത്തെ കഥ എത്തിക്കലേ മൂടുകളെ അങ്ങനെ ഈ സമയത്ത് KGF നായകന്റെ പിച്ചത്തിൽ നമുക്ക് മനസ്സിലായ ആ ബണ്ണ് തുടച്ചിട്ട് ആ ബണ്ണ് കൊടുക്കണ പറഞ്ഞിട്ട് മനസ്സിലായ. അപ്പൊ അയാൾക്കത് പുതിയ ബണ്ണ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആൾ കാറി കൊണ്ടുപോകാൻ വമ്പ സെറ്റപ്പാണ്. അപ്പൊ നമുക്ക് ഒന്നാം ഭാഗത്ത് എന്ന് മനസ്സിലായി ആള് തിരിപ്പിച്ചു തന്നെ മനസ്സിലായി അല്ലേ. നമുക്ക് രണ്ടാം ഭാഗത്തോട്ട് പോവാം. എവിടെ ഒരു ബിസ്ക്കറ്റ് എവിടെ എന്ത് ആ ബിസ്ക്കറ്റ് അല്ല സ്വർണ്ണ ബിസ്ക്കറ്റ്. എന്നുവെച്ചാല് KGF 2 ഇവന് ടണ്ണ് കണക്കിന് സ്വർണ്ണ ബിസ്ക്കറ്റ് പിച്ചത്തിൽ 2002 പറഞ്ഞില്ലേ. ഈ ടണ്ണ് കണക്കിന് സ്വർണ്ണ ബിസ്ക്കറ്റുകള് വേറെ ടീം കട്ടണ്ടു പോകും. സമയത്ത് KGF പട്ടാളം വന്നിട്ട് കംപ്ലീറ്റ് സ്വർണ്ണം തിരിച്ചു കൊടുക്കും. എന്നിട്ട് ഒരുത്തം പറയുന്നു സ്വർണം മൊത്തം ഞങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ ഒരു ബിസ്ക്കറ്റ് കുറവുണ്ടെന്ന്. ഇത് പറഞ്ഞ വയ്ക്ക് ചോദിക്കാണ് എവിടെ ആ ബിസ്ക്കറ്റ് എവിടെയാണ്. അത് പറഞ്ഞതിന് ശേഷം ഈ മാതിരി സാധനം എടുത്തിട്ട് പതിനായിരം പേരാളും ആ ബിസ്ക്കറ്റ് കൊന്നളഞ്ഞു. ആര് KGF സത്യത്തിലേ ചെമ്മിർക്ക് വളരണല്ലേ പിച്ചത്തരം. ഇനി മൂന്നാം ഭാഗം ടോക്സിക് ആണ്. ടോക്സിക് 3 വരുന്നത്. ഈ ടോക്സിക് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പടം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഗീതു മോഹൻദാസ് ആണ്. ഇതിനു മുമ്പ് മമ്മൂട്ടി പടം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി പോലീസുകാരായിട്ട് മമ്മൂട്ടി അങ്ങനെ ഒരു പോലീസുകാരുടെ ബേറ്റുള്ളി കയറ്റി പിടിക്കും. അന്ന് ഒരുപാട് ഫെമിനിസ്റ്റുകളായ സ്ത്രീകള് രൂക്ഷമായി വിമർശിച്ചു. അവര് പറഞ്ഞാല് ഇത് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയാണ്. അത്തരത്തിൽ ഭയങ്കര വിമർശനങ്ങള് അന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം അപ്പൊ ഈ ഗീതു മോഹൻദാസ് എന്ന് പറയുന്നത് ഇന്ന് മലയാളത്തില് ഒരു സിനിമ ഇല്ലാതെ ഫെമിനിസം പറഞ്ഞടക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവര് നമ്മളെ വളരെ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ദോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ടോക്സിക്കിന്റെ ട്രെയിലർ ഇറങ്ങണം. ട്രെയിലർ ഇറങ്ങുന്ന സാഹചര്യത്തില് ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് അടുത്ത് കൊളെ അവിടത്തേക്കല്ലേ ഫസ്റ്റ് കാണിക്കുന്ന സീൻ എന്നറിയോ, ഈ മലയാളത്തിൽ അധികം വലിയ ആർട്ടിസ്റ്റ് ഇല്ലാത്തൊരു ആള് കാറ് വന്നിട്ട് തുറക്കുന്ന സീനാണ്. ഇതിനു ശേഷം കാറിന്റെ ഉള്ളിൽ കാണിക്കുമ്പോ നായകന്റെ മേത്ത് ഒരു പെണ്ണ് കേറിയിരിക്കണം. അതാണ് അതിലത്തെ ട്രെയിലർ. ഈ ട്രെയിലർ എന്ത് ചെയ്തു വമ്പ വിവാദമായി ഇപ്പൊ ഫെമിനിസ്റ്റുകളായി സ്ത്രീകൾ പറഞ്ഞു ഗീതു നമ്മളെ ചതിച്ചു, ഗീതു മോഹൻദാസ് ചതിച്ചു, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംഭവം ചിത്രീകരിച്ചു പണ്ട് ഭയങ്കര വിഷയം ഉണ്ടായി. പക്ഷെ ഗീതു മോഹൻദാസിനുണ്ട് ഇതൊക്കെ വലിയ വില. ഗീതു മോഹൻദാസ് ഒറ്റ ഡയലോഗാ എത്രന്നറിയോ, ആണിന് മുകളിലാന്ന് പെണ്ണ്. ഗീതു ഡയലോഗാണ് ആണിന് കടത്തില് അവളെ കയറിയിരിക്കുന്നത്. ഗീതു അങ്ങനെ പറഞ്ഞപ്പോ ഗീതു പറഞ്ഞാല് അവൾ ഈ ഒരു നായകന്റെ ഡേറ്റ് കിട്ടുക, ആ നായകന്റെ സിനിമ പിടിക്കുക എന്ന് പറഞ്ഞ ഇന്ത്യൻ സിനിമ എന്നല്ല ചിന്തിക്കാൻ പറ്റാത്തൊരു പൊസിഷനാണ്. അവിടെ ഈ ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾക്ക് ഒരു റോളും ഇല്ല.
അതൊക്കെ അവർക്ക് കൂട്ടാൻ കൊടുക്കൂലെന്ന്. ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനാണ്. കാരണം ഒരു മലയാളി നടിയാണ് ഇത്രയും കോടാനുകോടി ബഡ്ജറ്റുള്ള ഒരു സിനിമ ഇറക്കാൻ പോണത്. അത് മലയാളി പെണ്ണാണ്. അപ്പൊ ഈ ഫെമിനിസ്റ്റുകൾ എന്തൊട്ട് ചെയ്യാനാ? അത് ഒന്നും നടക്കൂല. അങ്ങനെ ഈ ടോക്സിക് എന്ന് പറയുന്ന പടത്തില് കാറിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് നായകൻ പുറത്തിറങ്ങിയിട്ട് ടോക്ക് എടുത്തിട്ട് വീണ്ടും കംപ്ലീറ്റ് ആൾക്കാർ വെട്ടിയേക്കണ്. എന്നിട്ട് പടം എന്നറിയോ? അടുത്ത മനസ്സിലായ ഒരു ബെന്ന് വിട്ടുകൊടുക്കാത്തോൻ, ഒരു സ്വർണത്തിന് ഒരു ബിസ്ക്കറ്റ് വിട്ടുകൊടുക്കാത്തോൻ സ്വന്തം അച്ഛന് വിട്ടുകൊടുക്കോ? അപ്പൊ ഞാൻ പറയാം സാബില്ലേ, 3 സിനിമയുടെ കഥ ഒരുപോലെ പറഞ്ഞില്ലേ? ഉണ്ടായില്ലേ ചെമ്മിരിക്ക? കാലത്തില് ഒരു ബെന്ന് വിട്ടുകൊടുത്തില്ല 1-ാം ഭാഗത്തില്, 2-ാം ഭാഗത്തില് ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തില്ല, 3-ാം ഭാഗത്ത് പറഞ്ഞിട്ട് പറഞ്ഞേ എന്റെ അച്ഛന്റെ വീടാണ്. ആ വീടിന്റെ ചുറ്റും നിക്കണാരാ? ഒരുപാട് വലിയ ഇംഗ്ലീഷുകാരാണ് സെക്യൂരിറ്റികള്. അപ്പൊ അതാണ് നമ്മുടെ ടോക്സിക്കിലെ കഥ. അപ്പൊ ഞാനിത് പറയാൻ കാരണം വേറൊന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ കാരണത്തില് ഇത്രയും വലിയൊരു നായകനെ വെച്ചിട്ട് ഇത്രയും വലിയ സിനിമ ചെയ്യുന്ന ഗീതു മോഹൻദാസിനെ പുകഴ്ത്തിയിട്ട് ഒരു യൂട്യൂബേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. അവളെ പ്രശംസിച്ചുകൊണ്ട് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം എന്നും മലയാളത്തിന് അഭിമാനം തന്നെയാണ് ഗീതു മോഹൻദാസ്. അപ്പൊ ഈ ടോക്സിക് എന്ന് പറയുന്ന പടത്തിന് കറക്കടാ ഞങ്ങൾ എല്ലാവരും വെച്ചല്ലേ. അപ്പൊ ടോക്സിക് ആദ്യ ഷോ ഏറ്റവും നല്ല തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ കാണും, ഞങ്ങൾ അതിന്റെ റിവ്യൂ പറയും. അപ്പൊ ടോക്സിക് ഓക്കെ ബൈ ബൈ സീ യു.